നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചന്ദ്രരാശി ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ രഹസ്യങ്ങൾ പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. 12 രാശിക്കാരുടെയും ശക്തിയും ദൗർബല്യവും ഇതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിഗംഭീരമായിട്ടുള്ള അറിവുകളാണ് വീഡിയോയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഓം ചന്ദ്രായ നമഃ. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർ ചെറിയൊരു കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്ക് പഴയ കാര്യങ്ങൾ മറക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ചിലരെങ്കിലും മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കരുതുന്നത്? ചിലർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഒരുപാട് തവണ ആലോചിച്ചെടുക്കുമ്പോൾ ചിലർ പെട്ടെന്ന് എടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഗ്രഹമാണ് ചന്ദ്രൻ എന്നത്. ചന്ദ്രമോ മനസ്സാ ജാത എന്നാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരക ഗ്രഹമാണ്. വേദജ്യോതിഷത്തിൽ ചന്ദ്രനെ കേവലം ഒരു ഗ്രഹം മാത്രമായിട്ടല്ല കാണുന്നത്. മനസ്സ്, വികാരം, ചിന്ത, ഓർമ്മ, മാനസിക പ്രതികരണങ്ങൾ, സന്തോഷം, ദുഃഖം, സ്നേഹം, ദയ, ആഗ്രഹങ്ങൾ, മാനസിക സമാധാനം ഇവയുമായൊക്കെ ബന്ധപ്പെട്ട ഗ്രഹമായിട്ടാണ് ചന്ദ്രനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും അമാവാസിയുടെയും പൗർണമിയുടെയും ഒക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത്. ആസ്മ പോലെയുള്ള രോഗികൾക്ക് അമാവാസി ദിനത്തിലൊക്കെ രോഗം വർദ്ധിക്കുന്നത് അതിന്റെ ചന്ദ്രന്റെ സ്വാധീനമാണ് എന്ന് നിസ്സംശയം പറയാം. സൂര്യരാശി നമ്മുടെ പുറം ലോകത്തെ വ്യക്തിത്വത്തെ കുറിച്ച് സൂചനകൾ നൽകുമ്പോൾ ചന്ദ്രരാശി നമ്മളുടെ ഉള്ളിലെ ലോകത്തെക്കുറിച്ചാണ് നമുക്ക് സൂചനകൾ നൽകുന്നത്. പുറത്ത് നമ്മൾ കാണിക്കുന്ന വ്യക്തിത്വവും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന വികാരങ്ങളും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അവിടെയാണ് ചന്ദ്രരാശിയുടെ പ്രാധാന്യം. ദതീശങ്ക തുഷാരാഭം ക്ഷീരോദ്ധാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മുകുടഭൂഷണം. നിങ്ങളുടെ ചന്ദ്രരാശി എന്താണ് നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് പറയുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ്? നിങ്ങൾ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നമുക്ക് അവയെല്ലാം ഒന്നൊന്നായി പരിശോധിക്കാം. മേടം രാശി. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടം ചന്ദ്രരാശിയായി വരുന്നവർ സാധാരണയായി ധൈര്യശാലികളും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. മറ്റുള്ളവർ ഭയപ്പെട്ട് പിന്മാറുന്നിടത്ത് പോലും മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇവരിൽ ഉണ്ടാകും. ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അതിലേക്ക് വേഗത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള കഴിവും ശേഷിയും ഇവർക്കുണ്ടാകും. പെട്ടെന്ന് പ്രവർത്തിക്കുക, പെട്ടെന്ന് പ്രതികരിക്കുക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക. ഇതെല്ലാം മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ പ്രത്യേകതകളാണ്, അതായത് മേടക്കൂറുകാരുടെ പ്രത്യേകതകൾ. എന്നാൽ ഇതേ ശക്തി തന്നെ ചിലപ്പോൾ ദൗർബല്യമായിട്ടും മാറിയേക്കാം. പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക, ക്ഷമ കുറവ് കാണിക്കുക, പ്രതീക്ഷിച്ച വിജയങ്ങൾ ഉടൻ ലഭിക്കാത്തപ്പോൾ നിരാശപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. മേടത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ അഥവാ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, വേഗത നല്ലതാണ്, എന്നാൽ ശരിയായ ദിശയിലേക്കുള്ള വേഗതയാണ് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുക എന്ന കാര്യം ഓർത്തു വെക്കുക. ദേഷ്യം വരുന്ന സമയത്ത് ഒരു നിമിഷം നിശബ്ദത പാലിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ദൗർബല്യങ്ങളെയും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെയേറെ പ്രയോജനം നിങ്ങൾക്ക് നൽകും. മേടത്തിന്റെ ധൈര്യം, ഇടവത്തിന്റെ സ്ഥിരത, മിഥുനത്തിന്റെ ബുദ്ധി, കർക്കിടകത്തിന്റെ സ്നേഹം, ചിങ്ങത്തിന്റെ നേതൃത്വം, കന്നിയുടെ കൃത്യത, തുലാം രാശിയുടെ സമത്വബോധം, വൃശ്ചികത്തിന്റെ മനഃശക്തി, ധനുവിന്റെ ശുഭപ്രതീക്ഷ, മകരത്തിന്റെ അച്ചടക്കം, കുംഭത്തിന്റെ വ്യത്യസ്ത ചിന്ത, മീനത്തിന്റെ കരുണ. ഇപ്രകാരം ഓരോ രാശികൾക്കും പ്രകൃതി നൽകിയത് അവരുടേതായിട്ടുള്ള പ്രത്യേക ശക്തികൾ തന്നെയാണ്. അതോടൊപ്പം ഓരോ ശക്തിക്കും ഓരോ ഗുണത്തിനും ഒപ്പം തന്നെ ഓരോ പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം. ദൗർബല്യങ്ങൾ നാം തിരിച്ചറിയുന്ന സമയം തന്നെ നമുക്ക് അതിനെ ശക്തിയാക്കി മാറ്റാനുള്ള യാത്ര ആരംഭിക്കുകയായി. അതുകൊണ്ടാണ് ജ്യോതിഷത്തെ വെറും ഫലപ്രവചനം മാത്രമായി കാണാതെ സ്വയം മനസ്സിലാക്കാനുള്ള മാർഗമായി കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഒരു കാര്യം കൂടി ഓർക്കുക, നിങ്ങളുടെ ചന്ദ്രരാശി എന്നത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിർണ്ണയിക്കുന്ന ഒന്നല്ല.
അത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നു. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ദൗർബല്യങ്ങളെ അടക്കി നിർത്തുക, നിങ്ങളുടെ നല്ല ഗുണങ്ങളെ വളർത്തുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം ജാതകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ജീവിതത്തിൽ എന്താണ് എഴുതി ചേർക്കുന്നത് എന്നുള്ളതിന് പ്രസക്തിയേറും. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.